രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ക്രിസ്മസ് അടുക്കാറായി. എല്ലാവർക്കും പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും അല്ലേ വീട്ടിൽ. അപ്പോൾ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് ഡ്രൈ ഫ്രൂട്ട് സോക്കിംഗ് ആണ് കാണിക്കുന്നത്. ഇത് വെറും നമുക്ക് 5 മണിക്കൂർ മുതൽ എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സോക്കിംഗ് മെത്തേഡാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ രുചിഭേദങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വളരെ കുറഞ്ഞ ഒരു അളവിലാണ് കാണിക്കുന്നത്. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കാതെയും നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി പഞ്ചസാരയും ഈ വെള്ളവും കൂടെ ചേർന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങണം. നമുക്കിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് തനിയെ മെൽറ്റാവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇളക്കി കൊടുത്ത് തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും വെള്ളവും കൂടെ ലൈറ്റായിട്ട് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കളറും ചെറുതായിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു പ്രോസസ്സ് മുഴുവനായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഫ്ലെയിം ഒരുപാട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കയ്പ്പ് സ്വാദ് വരും നമ്മുടെ കേക്കിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിറപ്പ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഡാർക്ക് ആവണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ കേക്കിലേക്ക് നല്ല ഡാർക്ക് കളറ് വരുള്ളൂ. അപ്പോൾ അതുമാത്രമല്ല, നമുക്ക് കാണാനും ഭംഗി ആ ഡാർക്ക് കളറാണല്ലോ പ്ലം കേക്കിന്. അപ്പോൾ അത് അവിടെ നല്ലൊരു കളറ് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ 1/4 കപ്പ് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച ശേഷം ഓൺ ചെയ്യാം കേട്ടോ. കാരണം ബിഗിനേഴ്സിനും അതുപോലെ ആദ്യമായിട്ട് ചെയ്യണവർക്കൊക്കെ അതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാരമൽ സിറപ്പ്. കാരണം നല്ല ചൂടും അതുപോലെ നല്ല ഹൈ ടെമ്പറേച്ചറിലുള്ള ഇത് പാനീയാണല്ലോ അത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇത് വെള്ളവും പഞ്ചസാര സിറപ്പും കൂടെ ചേർന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒരു ഒട്ടണ പരുവാവണം. ആ ഒരു പരുവാവണ വരെ ഒന്ന് വെക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് ആയിക്കോളും. എന്താ കണ്ടില്ലേ, നന്നായിട്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഒരുപാട് കട്ടിയാവാനും പാടില്ല സിറപ്പ്. ആ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കണ പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചെറീസ്, അതുപോലെ തന്നെ ബ്ലാക്ക് റേസൻസ്, ഗോൾഡൻ റേസൻസ്, ഡേറ്റ്സ്, കാഷ്യൂനട്ട്സ്, ബദാം, അതുപോലെ തന്നെ 3 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി, ഇതാണ് എടുത്തിരിക്കുന്നത്. നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീടും ചേർക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഫിഗ്, ആപ്രിക്കോട്ട്, അതുപോലെ ബെറീസൊക്കെ ചേർക്കാം കേട്ടോ. ഇഷ്ടമുള്ള പോലെ ചേർക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ചെറുതായിട്ട് മുറിച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1/4 കപ്പ് ചെറുതായിട്ട് മുറിച്ച ചെറീസ്, പിന്നെ ഗോൾഡനും ബ്ലാക്കും റേസൻസ് 1/4 കപ്പ്, 3 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി 1/4 കപ്പ്, അടുത്ത് ബദാമും കാഷ്യൂവും കൂടെ ചേർന്നിട്ട് ചെറുതായിട്ട് മുറിച്ചത് ഒരു 1/4 കപ്പ്. അടുത്ത ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലി വൈറ്റ് പോർഷൻ വരാത്ത രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ട 1 ടീസ്പൂൺ നാരങ്ങാനീര്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേപ്പ് ജ്യൂസും ചേർക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഗ്ലാസിൻ്റെ ബൗളോ ജാറോ കുപ്പിയോ എന്താണെങ്കിലും വിരോധമില്ല. ഗ്ലാസിൻ്റെയാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. അതിലേക്ക് നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും ജ്യൂസും കൂടെ എല്ലാം കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കുപ്പി വന്നിട്ട് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇടാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അധികം നാൾ നിൽക്കില്ല. അതുകൊണ്ടാണ് അത്രയും ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയണത്. പിന്നെ ഇതൊരു 5 മണിക്കൂറിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ ഒരു രീതിയിലാവും. അതിനു മുമ്പ് ഉപയോഗിക്കരുത്. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും വെക്കാം. മാക്സിമം നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വെക്കാം. പിന്നെ ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. ഓറഞ്ച് ജ്യൂസ് ആയതുകൊണ്ട് ഞാൻ വെളിയിൽ വെക്കാൻ പ്രിഫർ ചെയ്യില്ല.
അപ്പോൾ ഞാനിതിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ അതും കാണുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പായിട്ട് ഫ്രൂട്ട് ജ്യൂസ് ഒന്നും ഉപയോഗിക്കാത്ത ഒരു പ്ലം കേക്ക് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അടുത്തിടെ ഞാൻ ഓറഞ്ച് ജ്യൂസ് കൊണ്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിരിക്കും ഇനി അടുത്ത് വരണ ഒരു വീഡിയോ. അതും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഈ ഒരു പ്ലം കേക്കിൽ. അപ്പോൾ എല്ലാവരും ഇത്തവണ ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ ഇതുപോലെ ഫ്രൂട്ട് സോക്ക് ചെയ്തിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ദിവസം ചെയ്യാതെ 1-2 ദിവസം എത്ര ദിവസം മുമ്പ് വേണമെങ്കിലും ചെയ്ത് വെക്കാം. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതത്ര പാടൊന്നുമില്ലല്ലോ ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.